Hello and welcome to Empower 2020. ഞാൻ ഡോക്ടർ മിഷേൽ ആൻ്റണി, സീനിയർ കൺസൾട്ടൻറ്റ്, ബ്രസ്റ്റ് ആൻഡ് ഗൈനക് ഓങ്കോ സർജൻ, ജിം കെയർ ഹോസ്പിറ്റൽ. ഇന്നത്തെ ടോപ്പിക് ഓൺ ബ്രസ്റ്റ് ക്യാൻസർ അത് ഹോർമോണൽ തെറാപ്പീസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. നമ്മളത് ഫോക്കസ് ചെയ്യുന്നത് നിപ്പിംഗ് ഇറ്റ് ഇൻ ദ ബഡ്, അതായത് ആ തുടക്കത്തിലേ തന്നെ ഈ ഹോർമോൺസ് വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഈ ഡിസ്കഷനിൽ നമ്മളോടൊപ്പം ഡോക്ടർ ആനി കുര്യൻ, ഡയറക്ടർ ആൻഡ് HOD, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ജിം കെയർ ഹോസ്പിറ്റൽ, ഡോക്ടർ ഗിരിജ സാവിത്രി, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, ജിം കെയർ ഹോസ്പിറ്റൽ, ആൻഡ് ഡോക്ടർ ധന്യ വി, സീനിയർ റെസിഡൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. തോമസ് ബീറ്റ്സൺ is a father of endocrine ablation in cancer management. Dr. Thomas Beatson's studies and research കാരണമാണ് നമുക്ക് ഇപ്പം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 140 years ബിഫോർ ആയിരുന്നു ഈ റിസർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അഡ്വാൻസസ് കാരണം നമുക്ക് ഹോർമോൺ റെസ്പോൺസീവ് ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ ക്യാൻസറിൽ ഹോർമോൺസ് കൊടുത്ത് അത് ട്രീറ്റ് ചെയ്യാം, പ്രിവെൻറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ സ്റ്റഡീസ് നമുക്ക് ക്ലിനിക്കലി അതിൻ്റെ റെലവൻസ് എന്താണ്? ബേസിക്കലി 4 ആസ്പെക്ട്സ് അല്ലെങ്കിൽ 3 ആസ്പെക്ട്സ് ആണ് അതിൻ്റെ റെലവൻസ്. ഹോർമോൺസ് ഫീമെയിൽസിലൊരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. ഫീമെയിൽ ഹോർമോൺസ് ഉണ്ട്, അതായത് ഈസ്ട്രജൻ ഹോർമോൺ ആൻഡ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ എക്സ്പേർട്സിനോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഹോർമോൺസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് കാരണം നമ്മളുടെ നോർമൽ ലൈഫ് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാരണം നമ്മുടെ റിസ്ക് ഓഫ് ക്യാൻസർ ഇൻക്രീസ് ചെയ്ത സിറ്റുവേഷൻസിൽ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്ത് കുറയ്ക്കാൻ പറ്റുന്നത്. ബേസിക്കലി 3 സ്റ്റഡീസാണ് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ക്യാൻസർ റിസ്ക് കൂടാനുള്ള സിറ്റുവേഷൻസ്. ഒരു സ്റ്റഡി ഈസ് ഒബീസിറ്റി, അതായത് എക്സസ് വണ്ണം. എക്സസ് വണ്ണമുള്ള ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുന്നുണ്ട്. സിമിലർലി നമ്മളുടെ ഒരു ഫീമെയിലിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഗിവിങ് ലൈഫ് ആൻഡ് നർച്ചറിങ് ലൈഫ്, അതായത് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. സോ ഈ പ്രഗ്നൻസിയും ലാക്ടേഷനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇപ്പോഴത്തെ മോഡേൺ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ റിസ്ക് ഓഫ് ക്യാൻസർ ഓൾസോ ഇൻക്രീസ് ചെയ്യും. സോ ഈ ടോപ്പിക് ഇസ് ബേസിക്കലി നിപ്പിംഗ് ഇറ്റ് ഇൻ ദ ബഡ്, അതായത് തുടക്കത്തിലേ നമുക്ക് എങ്ങനെയാണ് ഈ റിസ്ക് കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഒരു 18 years ഒരു 40 years ആ ഒരു ആൾക്കല്ല നമ്മൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രം ദ ബിഗിനിങ് ഒരു യങ് ചൈൽഡ് ആകുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് റെഡ്യൂസിങ് ദ റിസ്ക്. ക്യാൻസർ റിസ്കിനെ പറ്റി മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ കുറയ്ക്കണമെന്ന് മാത്രമല്ല, ഈ മോഡിഫിക്കേഷൻസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ടോട്ടൽ വെൽബീങ്, ഏതൊക്കെ അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് അതായിരിക്കും നമ്മുടെ ഫോക്കസ് ഓഫ് ഡിസ്കഷൻ. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഒബീസിറ്റി, എക്സസ് ഫാറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഫീമെയിൽ ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോൺ ആണ് നമ്മുടെ റിസ്ക് ഓഫ് ക്യാൻസർ. അപ്പോൾ ഈ ഫീമെയിൽ ഹോർമോണിനെ പോലെ വേറൊരു ഹോർമോണും കൂടെ ഉണ്ട്, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫീമെയിൽ ഹോർമോൺ ബേസിക്കലി ഫാറ്റ് സെൽസ് ആൻഡ് നമ്മളുടെ ബോഡിയിൽ അണ്ടാശയം, ഓവറി, അതൊക്കെയാണ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ആസ്പെക്ട്, ഫാറ്റ് സെൽസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡോക്ടർ ഗിരിജേൻ്റെതായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, പ്രൂവൺ കാര്യമാണ്, ഒബീസിറ്റി കോസസ് ഓർ ഇൻക്രീസസ് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്. ആൻഡ് സിമിലർലി നമുക്കറിയാവുന്നതാണ് നമ്മുടെ മെനാർക്കി, അതായത് പീരിയഡ്സ് ആദ്യമായിട്ട് വരുന്നത് ഈ ആ ഒരു സിറ്റുവേഷൻ ഇപ്പം കുറച്ചുകൂടെ നേരത്തെ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്, കുറച്ചും കൂടെ യങ്ങർ ഏജിലായിട്ട് കാണുന്നത്. ഡോക്ടർ ഗിരിജ ഇതിനെപ്പറ്റി ഒന്ന് പറയുമോ? നമ്മളിപ്പോൾ കാണുന്ന ഇൻസിഡൻസ് ഓഫ് ഒബീസിറ്റി, മെനാർക്കി ഏർലി ആയിട്ട് വരുന്നതും എങ്ങനെയാണ് നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ഇപ്പോൾ ഡോക്ടർ ഗിരിജേൻ്റെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യാനായിട്ട്? മേഡം ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അമിതവണ്ണം ആസ് സച്ച് ബ്രസ്റ്റ് ക്യാൻസർ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നേരത്തെ തന്നെ പീരീഡ്സ് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഋതുമതി ആവുന്ന കുട്ടികളിൽ ഈസ്ട്രജൻ്റെ എക്സ്പോഷർ കൂടുതൽ കാലയളവ് ഉണ്ടാവുകയും അത് ബ്രസ്റ്റ് ക്യാൻസറിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൽ
ഒന്നുകൂടെ എടുത്തു പറയാനുള്ളത്, അമിതവണ്ണമുള്ള കുട്ടികളാണ് പൊതുവെ നേരത്തെ ഋതുമതികളാകുന്നത്. അപ്പോൾ അമിതവണ്ണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രമല്ല പല അസുഖങ്ങൾക്കും കുട്ടികളിലുള്ള അമിതവണ്ണം കാരണമാകാറുണ്ട് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഈ കൺസെപ്റ്റ് മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളത് ഏറ്റവും അധികം ഈ കൺസെപ്റ്റ് പ്രാധാന്യമർഹിക്കുന്നത് കുട്ടികളുടെ ഇടയിലാണ്. അമിതവണ്ണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പ്രധാനമായ കാരണം നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലുമുള്ള വ്യത്യാസമാണ്. ജീവിതശൈലി പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത് കൂടുതലും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. കുട്ടികളെ പാരൻസ് വളരെയധികം, എനിക്കറിയാം എൻ്റെ പല പേഷ്യൻസും എങ്ങനെ കുട്ടികളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്താം, എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിലാണ്. ഇത് കൊറോണയുടെ മുൻപും പണ്ടത്തെ അപേക്ഷിച്ച് കുട്ടികളിൽ പുറമേയുള്ള വ്യായാമം, അതായത് കുട്ടികളിലാകുമ്പോൾ അത് കളികൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം കൂട്ടേണ്ടിയിരിക്കുന്നു. കുട്ടികൾ കൂട്ടായും അതുപോലെ ഒറ്റയ്ക്കും, അതായത് മൈതാനങ്ങളിലും അതുപോലെ നടക്കാനുള്ള പാതകളിലും ഒക്കെ സൈക്കിൾ ഓടിക്കുക, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പിന്നെ ഭക്ഷണശൈലിയിലുള്ളത്, ഭക്ഷണശൈലി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ ജങ്ക് ഫുഡിനോട്, അതായത് വറുത്തതും പൊരിച്ചതും ചിലപ്പോൾ കരിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾ കൂടുതൽ ഗ്രിൽഡ് ഫുഡിനോടൊക്കെ ഇഷ്ടമാണ്. അതും ക്യാൻസറിനൊരു കാരണമാണ്, ഗ്രിൽഡ് ഫുഡ്, കരിഞ്ഞ ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരു വശത്ത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിനെ അവോയ്ഡ് ചെയ്യുന്നുമുണ്ട്. അതായത് ആൻറ്റി ഓക്സിഡൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊന്നും കുട്ടികൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തതും, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വളരെ കുറച്ച് കലോറി, ഇപ്പോൾ കൂടുതൽ ഷുഗറി ഐറ്റംസ് ആണ് കുട്ടികൾ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പല പാരൻസും അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഔട്ട്കം ആയിട്ടാണ് ഈ ഒബിസിറ്റി വരുന്നത്, അല്ലെങ്കിൽ അമിതവണ്ണം വരുന്നത് എന്നത് പാരൻസ് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പാരമ്പര്യമായി അമിതവണ്ണം കാണാറുണ്ട്. അത് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ലൈഫ് മോഡിഫിക്കേഷൻ ഒരു പരിധി വരെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് കുറക്കാൻ കൂടുതൽ സഹായിക്കും. പിന്നെ ഏർലി മെനാർക്കി, അല്ലെങ്കിൽ നേരത്തെ ഋതുമതിയാവുക എന്നുള്ളത്. പണ്ടത്തെ കാലത്ത് 11 തൊട്ട് 14 വയസ്സ് ആ ഒരു കാലയളവിലാണ് ഋതുമതിയാവുന്നെങ്കിൽ ഇന്നത് 8 മുതൽ 11 വയസ്സിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യകത വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം കൊണ്ടുവരിക, പോസിറ്റീവ് കലോറി ബാലൻസ് അത് ഉണ്ടാകരുത്. കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം പോഷക മൂല്യമുള്ളതും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ കുട്ടികളെ ഔട്ട്ഡോർ ആക്ടിവിറ്റിയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾക്ക് കുട്ടികളിലുള്ള അമിതവണ്ണം. അതുകൂടെ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, നമുക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഇതുവഴി കുറയ്ക്കാൻ പറ്റും. ഇതുകൂടാതെ ആത്മവിശ്വാസമുള്ള ഒരു പുതുതലമുറ കൂടി ഇതിലൂടെ ഉണ്ടാകുന്നതാണ്. അമിതവണ്ണം പല കുട്ടികളിലും ഡിപ്രഷനിലും അതുപോലെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞതുമായിട്ട് കണ്ടുവരാറുണ്ട്. ഡോക്ടർ ആനി, അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ കാണുന്നത് ഫീമെയിൽസ് ഹാവ് എ ടെൻഡൻസി ടു ഡിലേ പ്രഗ്നൻസി ഒരു 30 years, 35 years due to various reasons. And ഈ very aspect that delaying pregnancy increases risk for cancer by around 40%. So by having an early delivery, you can reduce your risk for cancer. Along with that, what are the problems seen with late pregnancy, and what are the advantages that you can associate if they have a delivery at an earlier age? ബ്രസ്റ്റ് ക്യാൻസർ തടയുന്നത് മാത്രമല്ല, നേരത്തെ 30 വയസ്സിന് മുമ്പ് പ്രസവിക്കുന്നത്, ആദ്യത്തെ കുട്ടി 30 വയസ്സിന് മുമ്പ് ആകുന്നത് ഏറ്റവും നല്ലത്. ബ്രസ്റ്റ് ക്യാൻസർ അതിൻ്റെ ഒരു ഭാഗം, തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ പ്രതിരോധിക്കാൻ അത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻ, പ്രഷർ, ഷുഗർ, അതൊക്കെ 30 വയസ്സിന് കൂടുതലുള്ളവർക്കാണ് വരുന്നത്. അതുകൊണ്ട് 30 വയസ്സിന് മുമ്പ് പ്രസവിച്ചാൽ ഇത് രണ്ടും പ്രതിരോധിക്കാം. പിന്നെ
ചില ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളും അത് കൂടുതൽ പ്രായമുള്ള അമ്മമാരിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ആദ്യത്തെ പ്രസവം ഒരു 26 വയസ്സിലൊക്കെ ആയാൽ രണ്ടാമത്തെ കുട്ടിയും നമുക്ക് 28-29 വയസ്സിലൊക്കെ ആകാം. അപ്പോൾ ഈ ഹൈ പ്രഷറും ഷുഗറും ജനിതക വൈകല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഡോക്ടർ ധന്യ, നമ്മൾ പറഞ്ഞതുപോലെ റിസ്ക് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ വൺ ഇസ് ഡിലേ പ്രഗ്നൻസി. അതിന് മെയിൻ ഇഫക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഡ്യൂ ടു ഈസ്ട്രജൻ എഫക്റ്റ് ആൻഡ് ലാക്ക് ഓഫ് പ്രൊജസ്ട്രോൺ എഫക്റ്റ്. ഇപ്പോൾ സെയിം തിങ് ലാക്ടേഷൻ സമയത്ത് നമ്മൾ കാണാറുണ്ട്. delaying lactation, reducing the lactation time or completely stopping lactation. So this is known to increase the risk of cancer of the breast. So other than the advantages of reducing the risk for cancer breast, what are the advantages to the female if she is promoting lactating? അപ്പോൾ കുഞ്ഞിനെ മാറോടണച്ച് മുലയൂട്ടുന്നതിലൂടെ ഏറ്റവും പ്രധാനമായും അമ്മയും കുഞ്ഞുമായിട്ടുള്ള വൈകാരിക ബന്ധമാണ് അവിടെ വർദ്ധിക്കപ്പെടുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. രണ്ടാമതായും നമ്മുടെ പ്രസവാനന്തരമുള്ള ഗർഭപാത്രം ചുരുങ്ങുന്നതിന് സഹായിക്കുന്നതാണ് മുലയൂട്ടൽ പ്രക്രിയ എന്ന് പറയുന്നത്. പിന്നെ ഒരു പരിധി വരെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഗർഭനിരോധന മാർഗമായിട്ടും മുലയൂട്ടലിനെ കാണാവുന്നതാണ്. പിന്നെ അമ്മമാർക്ക് അമിതമായി ഭാരം വയ്ക്കുന്നത് തടയുന്നതിനും മുലയൂട്ടൽ സഹായകരമാണ്. ഇത്രയും പ്രധാനമായ കാരണങ്ങൾ മുലയൂട്ടുന്നതിലൂടെ അമ്മയ്ക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. Most likely ഈ വർക്കിംഗ് വിമൻ ആയിരിക്കുമല്ലോ, അവർക്ക് ഒരു 1 or 2 months ഫീൽ ചെയ്തിട്ട് then they have to go back to work. So ഈ എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് എന്നുള്ള ഇറ്റ് ഇസ് സ്റ്റിൽ നോട്ട് യെറ്റ് പോപ്പുലർ. അപ്പോൾ അത് എങ്ങനെ, ഹൗ ക്യാൻ യു ട്രൈ ടു പ്രൊമോട്ട് ഇറ്റ് സോ ദാറ്റ് ഒരു വർക്കിംഗ് വുമൺ ക്യാൻ എക്സ്പ്രസ് ദ ബ്രസ്റ്റ് മിൽക്ക്, ബേബിക്ക് കിട്ടുന്നുണ്ട് പാൽ ആൻഡ് ഷീ ഈസ് ഓൾസോ ലാക്ടേറ്റിംഗ്. കെൻ യു ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ യു ക്യാൻ പ്രൊമോട്ട് ദാറ്റ്? ഒരു വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അമ്മയ്ക്ക് തൻ്റെ മുലപ്പാൽ പിഴിഞ്ഞ് സൂക്ഷിച്ച് അമ്മ ഇല്ലാത്ത സമയത്തും കുഞ്ഞിനെ പരിപാലിക്കുന്ന വ്യക്തിക്ക് അമ്മയുടെ മുലപ്പാൽ നൽകാവുന്നതാണ്. സോ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രിസർവ്. ഫ്രീസറിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രിസർവ് ഫോർ ലോങ്ങർ ടൈം. ബട്ട് ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 day നമുക്കത് യൂസ് ചെയ്ത് ബേബി ക്യാൻ റിസീവ്. അമ്മ ഇല്ലാത്തപ്പോഴും കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ ധന്യ, നമ്മൾ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് ഈ ഒബീസിറ്റി ഇസ് എ കോസ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. യൂഷ്വലി നമ്മൾ കാണുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് 2 കുട്ടികളുണ്ടായി, എനിക്കത് കഴിഞ്ഞിട്ട് വണ്ണം ഞാൻ കുറഞ്ഞിട്ടില്ല, അത് ദാറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ് പ്രോബബ്ലി. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ് ഗർഭകാലവും പ്രസവാനന്തര കാലവും. അത് രോഗമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രസവാനന്തരമായാലും ഗർഭകാലത്തിലായാലും ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഗർഭകാലത്തും പ്രസവാനന്തര കാലത്തും നമുക്ക് ചെയ്യാവുന്നതാണ്. ബെഡ് റെസ്റ്റ് എന്നൊന്നും ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത്, പ്രസവാനന്തരമുള്ള ആദ്യത്തെ 10 ദിവസത്തിൽ ശാസ്ത്രീയമായ പ്രക്രിയ പ്രകാരം 7 കിലോ വരെ ശരീരഭാരം കുറയുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ അടുത്ത് ചെക്കപ്പിന് വരുന്ന സ്ത്രീകൾക്ക് ശരീരഭാരം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമായി കാണുന്നത് ഒന്ന് അമിതമായ ഭക്ഷണം, രണ്ടാമത് വ്യായാമക്കുറവ്. അപ്പോൾ നമുക്ക് പ്രസവാനന്തര കാലഘട്ടത്തിൽ അമിതമായ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഗുണമേന്മയുള്ള ഭക്ഷണത്തിൻ്റെ ആവശ്യമാണ്. പ്രോട്ടീൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം, അങ്ങനെയാണ് പ്രസവാനന്തര കാലം. അല്ലാതെ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിനും അമ്മ കഴിക്കുന്നതിൽ തന്നെ കുഞ്ഞിനൊരു അംശം കിട്ടിയാൽ മതിയാവും. രണ്ടാമതായി പറയാനുള്ളത്, പ്രസവാനന്തര കാലഘട്ടം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാം. അതുമാത്രമല്ല വ്യായാമങ്ങളും ചെയ്യാം. സുഖപ്രസവമായിരുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നടക്കുന്നതാണ്. അത് ദിവസവും 1/2 മണിക്കൂർ നടക്കുക എന്നുള്ളതാണ്. ഭാരിച്ച ജോലികൾ, അതായത് ഭാരം കൂടുന്നത് എടുക്കുക, അത് മാത്രം അവോയ്ഡ് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രസവാനന്തര കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്കായാലും 6 മാസത്തിനുള്ളിൽ നമുക്ക് ദിവസേന ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് സ്വന്തമായി പരസഹായം കൂടാതെ ചെയ്യാവുന്നതാണ്. ആരുടെയും സഹായം കൂടാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം. 6 മാസത്തിന് ശേഷം നമുക്ക് വ്യായാമം ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ ഭാരിച്ച ജോലികളും അതെല്ലാം ചെയ്ത് കുറച്ച് തുടങ്ങാവുന്നതാണ്. ഏറ്റവും പ്രധാനമായും ഗുണമേന്മയുള്ള ഭക്ഷണവും സ്ഥിരമായിട്ടുള്ള വ്യായാമവും ചെയ്യാവുന്നതാണ് പ്രസവാനന്തര കാലം, ഗർഭകാലത്ത്.
അപ്പം മുലയൂട്ടുന്നതിലൂടെ അമ്മമാർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ഉണ്ട് ഏറെ ഗുണങ്ങൾ. മുലപ്പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ ഗിരിജ ഒന്ന് സംസാരിക്കും. വളരെ നല്ല പോയിന്റാണ് ഡോക്ടർ ധന്യ. മുലപ്പാൽ എന്ന് പറയുന്നത് മായമില്ലാത്ത അണുവിമുക്തമായ കുട്ടിക്ക് ചേർന്ന ഒരു പോഷകാഹാരമാണ്. ഇത് കൂടുതൽ എക്കണോമിക്കലുമാണ്. അതായത് അമ്മ നല്ല ഭക്ഷണം കഴിക്കണമെന്നല്ലാതെ വേറെ ഒരു തരത്തിലും ഒരു സാമ്പത്തിക നഷ്ടവുമില്ല. നമുക്കറിയാം ഫോർമുല ഫീഡ്സിനൊക്കെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൂടാതെ നേരത്തെ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചതുപോലെ അമ്മയും കുട്ടിയുമായുള്ള വൈകാരിക ബന്ധം ബോണ്ടിങ് വളരെയധികം കൂടാൻ വളരെയധികം സഹായിക്കുന്നതാണ് മുലയൂട്ടുമ്പോൾ. അതിൻ്റെ ആവശ്യകത കുട്ടികളിൽ പിന്നീടുള്ള അവരുടെ സ്വഭാവ രൂപീകരണത്തെ പോലും കൂടുതൽ സഹായിക്കുന്നു. പിന്നെ നമുക്കറിയാം മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികളിൽ താരതമ്യേന ഇൻഫെക്ഷൻ വളരെ കുറവാണ്. അവരുടെ പ്രതിരോധ ശക്തി കുട്ടികളിൽ കൂട്ടുന്നതിന് വേണ്ടി മുലപ്പാൽ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അലർജി, പിന്നീടുള്ള അമിതവണ്ണം, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ മുലപ്പാൽ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ മുലപ്പാൽ ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. കുട്ടികളെ 2 വയസ്സ് വരെ പറ്റുന്നതും മുലയൂട്ടണമെന്നാണ് എനിക്ക് ആസ് എ പീഡിയാട്രീഷ്യൻ എനിക്ക് പറയാനുള്ളത്. ഇത് കുട്ടിയുടെ ആരോഗ്യത്തെയും സ്വഭാവ രൂപീകരണത്തെയും വളരെയധികം സഹായിക്കുന്നതാണ്. ഡോക്ടർ ആനി, ഈ പ്രഗ്നൻസി സമയത്ത് നമുക്ക് വെയിറ്റ് കൂടാറുണ്ട് ആൻഡ് ദർ ഇസ് എൻ ഒബേസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വാട്ട് അഡ്വൈസ് കൻ യു ഗിവ് ടു പ്രഗ്നന്റ് ഫീമെയിൽസ് ടു അവോയ്ഡ് എക്സസ് വെയിറ്റ് ഗെയിൻ? ശരിക്കും പ്രഗ്നൻസിയിൽ ഒരു 9 തൊട്ട് 15 കിലോ കൂടിയാൽ മതി. അത് ഓരോരുത്തരുടെ പ്രഗ്നൻസിക്ക് മുമ്പുള്ള വെയിറ്റ് അനുസരിച്ച്. ഇപ്പോൾ തീരെ വെയിറ്റ് കുറവാളാണെങ്കിൽ ഒരു 45 കിലോനേക്കാൾക്കും കുറവാണെങ്കിൽ പ്രഗ്നൻസി തുടങ്ങുമ്പോൾ ആ ആൾക്ക് ഒരു 15 തൊട്ട് 20 കിലോ വരെ കൂടാം. പക്ഷേ സാധാരണ വെയിറ്റുള്ള ഒരു 50 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് ശരാശരി ഒരു 11 കിലോ കൂടിയാൽ മതി. 9 തൊട്ട് 15 കിലോ കൂടിയാൽ മതി. അമിത വെയിറ്റ് ഓൾറെഡി ഉള്ളവർക്ക് ശരിക്കും ഒരു 5 കിലോ ഒക്കെ കൂടിയാൽ മതി. പക്ഷെ ഞങ്ങൾ കാണുന്നത് വളരെ അധികം വെയിറ്റ് കൂടുന്നുണ്ട്. എല്ലാവർക്കും 20 കിലോ ഒക്കെ കൂടുന്നുണ്ട്. അത് പേഷ്യൻറ്റും നല്ലതല്ല. ബിക്കോസ് ഈ കൂടുന്ന വെയിറ്റ് ഒരിക്കലും കുറയത്തില്ല. അന്ന് എല്ലാവരോടും ചോദിക്കുക എന്താ ഇത്രയും വണ്ണം, ആദ്യത്തെ പ്രസവത്തിലുണ്ടായ വണ്ണം. അതൊരിക്കലും അത് കുറയത്തില്ല. അത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡോക്ടർ ധന്യ പറഞ്ഞ പോലെ പ്രസവം കഴിഞ്ഞിട്ടും ആ വെയിറ്റ് കൂടാനുള്ള സാധ്യതയല്ലാതെ ആരും കുറയ്ക്കാൻ നോക്കുന്നില്ല. അപ്പോൾ പ്രഗ്നൻസിയിൽ ഒത്തിരി വെയിറ്റ് കൂടണമെന്ന് ആരും വിചാരിക്കേണ്ട. ആദ്യത്തെ 3 മാസം 3 തികയുന്ന വരെ 1 കിലോ കൂടിയാൽ മതി. ചിലർക്ക് വെയിറ്റ് കുറയും, ഛർദി കാരണം വെയിറ്റ് കുറയും. അത് പ്രശ്നമല്ല. പിന്നെ അടുത്ത 6 മാസവും ഓരോ മാസം മാക്സിമം 2 കിലോ കൂടിയാൽ മതി. അതുപോലെ നമ്മൾ കാണുന്ന എല്ലാ ആഴ്ചയും പേഷ്യൻ്റ് വരുമ്പോൾ 1 കിലോ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 4 കിലോ കൂടുന്നുണ്ട്. അങ്ങനെ അമിത വണ്ണം ആവുന്നവർക്ക് ഷുഗറും പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സിസേറിയൻ ആകാൻ സാധ്യതയുണ്ട്. കുട്ടിയുടെ വലിപ്പം കൂടിയിട്ട് സുഖപ്രസവമാകാൻ സാധ്യത കുറയും. അതുകൊണ്ട് വെയിറ്റ് അമിതമായിട്ട് കൂടേണ്ട. മാക്സിമം എന്താ കുട്ടിക്ക് വേണ്ടി ഗർഭിണിയാകുമ്പോൾ എന്താ ഭക്ഷണ രീതി ഇച്ചിരി മാറേണ്ടത്, ആപ്പാട് ഒരു ദിവസം 2 ഗ്ലാസ് പാലും 1 മുട്ടയും കഴിച്ചാൽ മതി. അപ്പോൾ എക്സ്ട്രാ ആവശ്യമുള്ള ഒരു 300 കാലറി അതിലും കിട്ടും. പിന്നെ കാൽസ്യവും കിട്ടും. വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും കഴിച്ച് കൂടുതൽ വണ്ണം വെക്കാതിരിക്കുന്ന നല്ലത്. Dr. Annie, one of the most difficult aspects in somebody's life is controlling our weight. And I think it gets even more difficult as we age. Over 40, 50, it is something quite impossible to do. Can you advise on this to the many women who are coming to meet you? What would be your practical advice? ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, ഗർഭിണി ആകുമ്പോഴേ അങ്ങനെ വെയിറ്റ് ഇടാൻ പാടില്ല. ഗർഭം കഴിഞ്ഞ് പ്രസവാന്തരം ഞങ്ങൾ എക്സസൈസും ഡയറ്റൊക്കെ നോക്കിയിട്ട് വണ്ണം കൂടാതെ ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാലഘട്ടം വണ്ണം വയ്ക്കാനുള്ള പ്രവണത വരുന്ന ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട്. അത് ചിലപ്പോൾ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ്, നമ്മുടെ ഹാർട്ട് റേറ്റ് എല്ലാം കൂടെ കുറയുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർക്കണം, ഭക്ഷണം തീരെ കുറച്ച് കഴിച്ചാൽ മതി. ഒരു 25 വയസ്സായി കഴിഞ്ഞ് നമ്മുടെ ദേഹത്തെ വളർച്ചയെല്ലാം നിന്നു.
പിന്നെ നമുക്ക് എനർജി ജസ്റ്റ് ജോലിയൊക്കെ ചെയ്യാനുള്ള എനർജി മതി. കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, പ്രത്യേകിച്ച് ഒത്തിരി കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കരുത്. നാളികേരം, എണ്ണമയം, മധുരം, അരി ഭക്ഷണമൊക്കെ തീരെ കുറയ്ക്കണം. രാത്രി ഒഴിവാക്കാവുന്ന ഒരു ഭക്ഷണമാണ് രാത്രിയിലത്തെ ഭക്ഷണം. ആ സമയത്ത് നമുക്ക് സാലഡ്സോ സ്പ്രൗട്ട്സോ മുളപ്പിച്ച പയറുകളോ, അത്രയും വിശപ്പുള്ളവർക്ക് നട്ട്സോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെറുതെ നാളികേരം ഫ്രൈ ഒന്നും ചെയ്യാതെ പുഴുങ്ങിയിട്ടുള്ള വേവിച്ചിട്ടുള്ള ചിക്കൻ അങ്ങനത്തെയൊക്കെ കഴിക്കാം. 6 മണിക്ക് മുമ്പ് കഴിക്കുന്ന നല്ലത്. രാത്രി ഒത്തിരി താമസിച്ച് നമ്മൾ ആഹാരം കഴിക്കരുത്. 6 മണിക്ക് മുമ്പ് കഴിക്കണം. എല്ലാ ഭക്ഷണവും ലിമിറ്റ് ചെയ്യണം. രാവിലെ 2 ദോശ, 2 ഇഡ്ഡലി, 2 ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു ചെറിയ കയ്യിൽ ചോറ്, അത്രയും കഴിച്ചാൽ മതി. അത് ഇപ്പോൾ അമിതമായിട്ട് കഴിക്കുന്നവർ അത് പതുക്കെ 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 കുറച്ച് അതങ്ങനെ ഒരു ജീവിത ശൈലി ആക്കണം. പിന്നെ എക്സസൈസും ചെയ്യണം. 40 വയസ്സായി കഴിഞ്ഞ് ഒത്തിരി എക്സസൈസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട്, പ്രത്യേകിച്ച് ഒത്തിരി വണ്ണം ഉള്ളവർക്ക് എക്സസൈസൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്ക് സുംബായോ എയറോബിക്സോ ഡാൻസൊക്കെ ചെയ്യാം. അല്ലാത്തവർ എന്നും ഒരു അരമണിക്കൂർ അത്യാവശ്യം സ്പീഡിൽ നടക്കുന്ന ഏറ്റവും നല്ല വ്യായാമം. So thank you Dr. Annie, Dr. Girija and Dr. Dandia for this very informative session. So through this discussion, നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് that a very important risk factor for breast cancer obesity ആണ് excess weight. And ഇത് നമ്മളുടെ ടോപ്പിക് പോലെ nipping it in the bud, that is infancy തൊട്ട് നമ്മളിത് we have to incorporate it, that ചെറുപ്പം മുതലേ you incorporate things like lactation, breastfeeding. കുട്ടിക്ക് give breastfeeding from the beginning for 6 months, probably continuous breastfeed and continue that. And this change in your lifestyle or incorporating such modifications should continue infancy, as we are growing up, adolescence, during your pregnancy. Avoid excess weight gain during pregnancy, during your lactation and postnatal time also avoid excess weight gain, which must continue throughout as we age as well. And the other aspect is the excess estrogen, which we know, if it is possible, if we are able to have a child before, especially first child before 35 years, try to go for it and try to promote lactation, because that is very good both for the mother and the child. So with this, I thank you all for being with us for this session. Thank you.